ومن أخلاقهم رضي الله عنهم ആ മഹാന്മാരുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് എന്ത്? സ്വബറുഹും അലാ അദാ സൗജാതിഹിം, അവരുടെ ഭാര്യമാർ അവരെ ദ്രോഹിക്കുമ്പോൾ തിരിച്ചൊന്നും ചെയ്യാതെ ഭാര്യമാരുടെ പീഡനത്തിന്റെ മേൽ ക്ഷമിക്കുക, സഹിക്കുക. ഇത് ആ മഹാന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ശുഹൂദിഹിം, അവരിൽ സന്നിഹിതരാകുന്ന ആൾക്കാരും ഉണ്ടാകും. അത്തരം ആൾക്കാരിൽ നിന്നോ ഭാര്യമാരിൽ നിന്നോ കിട്ടുന്ന പീഡനത്തിന്റെ മേൽ ക്ഷമിക്കുക. അന്ന കുല്ലമ ബദാമിൻ സൗജത്തി അഹദിഹിം, അവരിൽ ആരെങ്കിലും ഒരാളുടെ ഭാര്യയിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന മുഴുവനും അതെന്തിനാലാണ്? മിനൽ മുഖാലഫാത്തി ലഹു, ഭാര്യമാര് മുഴുവനും അവനോട് എതിര് പ്രവർത്തിക്കുക, അവനെതിര് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂറത്ത് മുആമലത്തിഹി റബ്ബിഹി, അവന്റെ റബ്ബിനോട് എങ്ങനെ പെരുമാറുന്നുവോ അതേ രൂപത്തിലായിരിക്കും. അപ്പൊ റബ്ബിനോട് എതിര് കാണിക്കുന്നത് ഏതുപോലെയാണോ അതേപോലെയാണ് അവന്റെ കീഴിലുള്ള ഭാര്യ അവരോട് കാണിക്കുന്നതെന്നാണ്. അപ്പൊ വലമ്മ ഖാലഫ റബ്ബഹു, റബ്ബിനെ അനുസരിക്കാതെയാണ് ഇയാൾ പോകുന്നത് എങ്കിൽ കദാലിക ഖാലഫതുഹു സൗജതുഹു, അതുപോലെയായിരിക്കും അവനോട് അവന്റെ ഭാര്യയും എതിർക്കുക. അല്ലാഹു തആലാക്ക് നിസ്കരിക്കാതെയും നോമ്പ് നോൽക്കാതെയും ഖുർആൻ ഓതാതെയും ദിക്ർ ചൊല്ലാൻ ജീവിക്കുന്ന ഭർത്താവാണെങ്കിൽ അവന്റെ ഭാര്യയെ അതേ രൂപത്തിൽ അവനോടും എതിര് കാണിക്കും. അവർ റബ്ബിനോട് എതിരിടുന്നത് എങ്ങനെയാണോ അതേ രൂപത്തിൽ അവനോട് അവന്റെ ഭാര്യ എതിരിടും. എന്നാൽ അതിൽ കുല്ലിയായ ഒരു കായികമൊന്നും അല്ല. കായികത്തുൻ അക്സരിയത്തുൻ, അധിക നിയമങ്ങളും കാണുന്നത് എങ്ങനെയാണ്. ലാ കുല്ലിയത്തുൻ, ഇതൊരു കുല്ലിയായ നിയമമൊന്നും അല്ല ഈ പറഞ്ഞത്, പൊതുവെ അങ്ങനെ ഉള്ളതായിട്ട് പറയാണ്. എന്നാ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഇപ്പൊ ഖറജൽ അംബിയാഉ അലൈഹിമുസ്സലാത്തു വസ്സലാം ദാലിക ഇസ്മത്തിഹിം, കാരണം അള്ളാഹുവിനോട് ഒരു അടിമ എതിര് കാണിക്കുന്നുവെങ്കിൽ അതേ നാണയത്തിൽ തന്നെ അവന്റെ ഭാര്യ അവരോട് എതിർക്കുന്നല്ലേ പറഞ്ഞത്. ആ വിഷയത്തിൽ അമ്പിയാക്കൾ പെടൂല. അമ്പിയാക്കൾ റബ്ബിനോട് എതിരെന്തായാലും കാണിക്കൂല. അപ്പൊ അമ്പിയാക്കൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തുപോയി. എന്തുകൊണ്ട്? അമ്പിയാക്കൾ ശുദ്ധരാണ്, അവർ മഅസൂമീങ്ങളാണ്. അപ്പൊ അവരിന്ന് ആ തെറ്റുണ്ടാവുകയില്ല എന്ന്. അപ്പൊ കാന അവാമുസ്സലഫി ഇദാലം യശ്ഹദു മാ ദക്കർനാഹു, എന്നാൽ പൊതുവെ മുൻകഴിഞ്ഞു പോയ ആൾക്കാര് നമ്മൾ ഈ പറഞ്ഞ വിഷയവുമായി അവർ സന്നിഹിതരായിട്ടില്ല എങ്കിൽ സബറു അല അദാഹ, അവരുടെ ഭാര്യമാർ പീഡിപ്പിക്കുന്നതിന് മേൽ അവർ ക്ഷമിക്കും. എന്തുകൊണ്ട്? ലിശുഹൂദിഹിം, അവര് മനസ്സിലാക്കിയത് കൊണ്ട് അന്ന നഫഅഹ, നിശ്ചയമായിട്ടും അതിന്റെ ഉപകാരം, അക്സർ, അവൾ ചെയ്യുന്ന ഉപകാരം, അക്സറു മിൻ വറരിഹ, അവൾ ചെയ്യുന്ന ഉപദ്രവത്തിനേക്കാൾ കൂടുതലാണല്ലോ അവൾ ചെയ്യുന്ന ഉപകാരം എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവൾ ദ്രോഹിച്ചാൽ ക്ഷമിക്കുകയല്ലാതെ മറ്റൊരു മാർഗം അവിടെ ഇല്ല. അങ്ങനെയാണ് പൂർവികന്മാരൊക്കെ ചെയ്തു പോയത്. ദ്രോഹിച്ചോട്ടെ. അങ്ങനെ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പരാതി പറയാമെന്ന ഒരു മനുഷ്യൻ തന്റെ ഭാര്യ തന്നെ ദ്രോഹിക്കുന്ന കാര്യം അന്നത്തെ ഭരണാധിപനായ ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ വന്ന് പറയാൻ വേണ്ടി വന്നതാ. വന്ന് നോക്കുമ്പോ ഉമർ റളിയല്ലാഹു തആലാന്റെ ഭാര്യ വളരെയധികം ശകാരിക്കുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു അതൊന്ന് കേട്ടത്. അപ്പൊ അയാൾ തിരിച്ചു പോയപ്പോ തിരിച്ചു വിളിച്ചു, എന്തിനാണ് വന്നത്, എന്താ പോണെന്ന് ചോദിച്ചു. അപ്പൊ വിഷയം പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഭാര്യ എന്നെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്, നാക്കിട്ടടിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങളെ മുന്നിൽ വന്നിട്ട് അതിന് പരിഹാരം തേടാൻ വേണ്ടി ഞാൻ വന്നതായിരുന്നു. പക്ഷെ ഞാൻ വന്നു നോക്കുമ്പോ നിങ്ങളെ ഭാര്യ നിങ്ങളെ തന്നെ വല്ലാതെ ശകാരിക്കുകയാണെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ? ഓനങ്ങനെ ചെയ്തോട്ടെ, നമ്മൾ ക്ഷമിക്കുക, നമുക്കൊരുപാട് ഉപകാരങ്ങൾ ചെയ്തു തരുന്നില്ലേ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്നാ പറഞ്ഞത്. കാനു റളിയല്ലാഹു അൻഹു, മഹാന്മാരൊക്കെ ആയിരുന്നത് കമാൽ, ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ എന്താ? പരിപൂർണമായി അവർ വീട്ടിൽ കൊടുക്കും. അലാ യംനഉഹും മുഖാലഫതുഹ ലഹും സന്ദാലിക, ഭർത്താക്കന്മാരോട് ഭാര്യമാർ എതിർത്താലും അനുസരിച്ചില്ലെങ്കിലും എന്തായാലും അതൊന്നും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ തടസ്സമായിരുന്നില്ല. അങ്ങനെയായിരുന്നു മഹാരഥന്മാരായ ആളുകൾ ഭാര്യമാരുമായിട്ട് ഇണങ്ങിച്ചേർന്നത്. കണ്ടമാനം ദ്രോഹിച്ചിട്ടുണ്ട്.
മഹാനാ റിഫായി തങ്ങളെ ഭാര്യ ചൂലെടുത്ത് അടിച്ചിട്ടുണ്ടെന്നാ. എന്നിട്ട് പോലും മഹാനവർ ഒന്നും മിണ്ടിയില്ല, ക്ഷമിച്ചു. ക്ഷമിക്കാൻ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ്. അമല ബിനാവി ഹദീസി അദ്ദിൽ അമാനത്ത ലിമൻ ഉത്തമനക്ക വലാ തുഖൻ മൻ ഖാനക എന്നൊരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തത്. ഹദീസിന്റെ അർത്ഥം എന്താണ്? അമാനത്തായി നൽകിയ കാര്യമുണ്ടെങ്കിൽ നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആളുകളിലേക്ക് ആ അമാനത്ത് നീ വീട്ടണം. നിന്നെ വഞ്ചിച്ച ആളുകളെ നീ വഞ്ചിക്കാൻ നിൽക്കണ്ട. നിന്നെ ആരെയും പറ്റിച്ചോട്ടെ, നീ പറ്റിക്കാൻ പോവണ്ട. നിന്നെ വിശ്വസിച്ച ആളുകൾക്കൊക്കെ വേണ്ടത് നീ എന്ത് ചെയ്യണം? ആ അമാനത്ത് തിരിച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ട പെണ്ണാണ് പെണ്ണ്. അവൾക്ക് വേണ്ട ഒരുപാട് അമാനത്ത് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ചെയ്തു കൊടുക്കുക. അവളെന്തോ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചാൽ മതി എന്നാണ് പറഞ്ഞതിനർത്ഥം. വൈകാന കുല്ലുമിന സൗജൈനി അൽ ഹഖാരിൽ ആഖർ. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമപ്പെട്ടവരാണ്. ചെയ്തു കൊടുക്കേണ്ടവർ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാവരും ഉണ്ടെങ്കിൽ പോലും സംഗതി എന്താണ്? ഓരിങ്ങോട്ട് നിറവേറ്റുന്നില്ലെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുക്കാതെ മാത്രം. കമാഹുവ മുഖർറുബി കുത്തുബിൽ ഹദീസി വൽ ഫിഖ്ഹി. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും അങ്ങനെ സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളും കടപ്പാടും വീട്ടേണ്ടവരാണ്. എന്നിരുന്നാലും വീട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ള ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കുക. ബാക്കിക്കാലല്ല എന്ന് പറയുക. ഈ സ്വഭാവം വിവരിക്കുന്നതിന് മുമ്പ് മുൻകഴിഞ്ഞു പോയ സ്വഭാവത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ത്? തങ്ങളെ വാക്ക് എന്താ മഹാൻ പറഞ്ഞത്? മൻ സബറ അലാ അദാ സൗജതിഹി ലഹു അഅതാഹു മിനൽ അജ്രി മാ അഅത അയ്യൂബ അലൈഹിസ്സലാം. ഒരു ഭാര്യ കണ്ടമാനം ദ്രോഹിക്കുന്ന ഭർത്താവിനെ തിരിച്ചൊന്നും ചെയ്യാതെ ഭർത്താവ് അവിടെ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ ഭർത്താവിന് വളരെ പരീക്ഷണത്തിന് വിധേയായ ആളാണ് അയ്യൂബ് നബി. ആ വിധേയരായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ക്ഷമിച്ചിട്ട് അള്ളാഹ് കൊടുത്ത കൂലി എത്രയാണോ അതിന് സമാനമായ കൂലി ഒരു ഭാര്യയുടെ പീഡനത്തിന്റെ മേൽ സഹിച്ച ആളുകൾക്ക് ലഭിക്കുമെന്ന് കാബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കഥ മുമ്പ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാവുന്നു. അതാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് മഹാന്മാർ ചെയ്തതും അങ്ങനെ തന്നെ. നോക്കൂ, വക്കാന അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു യഖൂൽ. റസൂലുള്ളാഹിന്റെ മരുമകനായ അനുജനായി വരുന്ന അലാപ്പയുടെയോ മൂത്താപ്പയുടെ മോനായ ഫാത്തിമാവിയെ കല്യാണം കഴിച്ച മഹാനല്ലേ ആ അലിയാർ തങ്ങൾ പറയുന്നു, മിൻ ജിഹാദിൽ മർഅത്തി. ഒരു പെണ്ണിന്റെ ജിഹാദ് എന്താണെന്നറിയോ? ഒരു പെണ്ണിന് യുദ്ധമുണ്ട്, വാളെടുത്ത് വെട്ടണ്ട, കുന്തർത്ത് കുത്തണ്ട, ശത്രുക്കളോട് അടർക്കത്തിന് പൊരുതണ്ട. അവൾക്കുമുണ്ട് ജിഹാദ്. അവൾ ചെയ്യേണ്ട ജിഹാദിൽ പെട്ടതാണ് എന്ത്? ഉസ്നുത്തബത്തുലി ലിസൗജിഹ. അവൾ പരിപൂർണമായി തന്റെ മണവാളിന് വേണ്ടി ഒതുങ്ങിക്കൊടുക്കുക, നല്ല നിലയിൽ അവരുമായി പെരുമാറുക, എല്ലാ നിലയിലും ഭർത്താവിന് വേണ്ടി അനുസരിച്ച് ജീവിക്കുക. ഇതാണ് ഒരു ഭാര്യയാകുന്ന പെണ്ണിന്റെ ജിഹാദ് എന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയുന്നു. ഹസൻ ബസരിയോ, ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങളുടെ കൂനു പറയുമായിരുന്നു, അർബഅത്തുൻ മിനശ്ശഖാൽ. 4 കാര്യം പരാജയത്തിൽപ്പെട്ടതാണ്. ആ 4 കാര്യം ഉണ്ടായാൽ പരാജയമാണ്. 1 കഹ്റത്തുൽ ഇയാൽ, 2 ഖില്ലത്തുൽ മാൽ, 3 ജാറുസു ഫീ ദാരിൽ ഇഖാമ, 4 വസൗജത്തു തഖൂനു സൗജഹ. എന്നുള്ള ഈ 4 കാര്യം ഒരാളിലുണ്ടോ അയാൾ കുടുങ്ങിയ തന്നെ. 1 കഹ്റത്തുൽ ഇയാൽ, കണ്ടമാനം മക്കളുണ്ടാവുക. ഖില്ലത്തുൽ മാൽ, ഈ മക്കളെ പോറ്റാൻ സമ്പത്ത് കുറയുക. കണ്ടമാനം മക്കളുണ്ട്, വേണ്ടതുപോലെ നോക്കാൻ എന്തില്ല, സമ്പത്തുമില്ല. 2 വജാറുസുയി ഫീ ദാരിൽ ഇഖാമത്തി, ഇവിടെ താമസിക്കുമ്പോൾ തൊട്ടടുത്ത അയൽവാസി മോശക്കാരനാണ്, പിന്നെ അയാൾക്ക് വല്ല സുഖമുണ്ടോ? മക്കള് കണ്ടമാനം പട്ടിണി കിടക്കുന്നു, ഡ്രസ്സ് എടുത്ത് വെക്കാൻ പൈസ അല്ല, കണ്ടമാനം ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, അതിന് പൈസ അല്ല. അങ്ങനെ കുട്ടികൾ വരുമ്പോൾ സകാരിക്കും, ബാപ്പയുടെ കഴിഞ്ഞു പോകും. ആ രീതിയിൽ ഒരാൾ വരികയാണ്, അയാൾ ആകെ കുടുങ്ങിയ തന്നെയാണ്. പിന്നെ അയൽവാസിന്റെ സുഖം അതുമില്ല. പിന്നുള്ളൊരു ഭാര്യയാണ്, സൗജത്തും തഖൂനു സൗജഹ. ഭാര്യയാണെങ്കിലോ കണ്ടമാനം ഭർത്താവിനെ പറ്റിക്കാൻ നോക്കണം. ഇങ്ങനെ ഒരു 4 കാര്യം ഒരാളിൽ വന്നു ചേർന്നാൽ അയാൾ കുഴഞ്ഞ തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ ഒരു അപകടം വന്നാൽ എന്ത് ചെയ്യും? ഇതാണ് മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയും. ഇതൊക്കെ ഒരു മനസ്സിലാക്കിയിട്ട് പറയാം. ഹദീസിന്റെയും ആയത്തിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ കാലം വെച്ച് നോക്കിയിട്ട് പറയാണ് അവർ.
വകാന സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുന്നു മൻ തസവ്വജ വഖദ് അദ്ഖല ദുനിയ ബൈതഹു വമൻ അദ്ഖല ദുനിയ ബൈതഹു ഫഖദ് തസവ്വജ ഇബ്നത ഇബ്ലീസ് വമൻ തസവ്വജ ഇബ്നത ഇബ്ലീസ് അക്സറ ഇബ്ലീസ് തറദ്ദുദ ഇലാ ബൈതിഹി ലിഅജലി ഇബ്നതിഹി ഫഹദറു മിനത് തസ്വീജീന. മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയോ? മൻ തസവ്വജ, ഒരാൾ വിവാഹം ചെയ്താൽ, ഫഖദ് അദ്ഖല ദുനിയ ബൈതഹു, അവന്റെ വീട്ടിലേക്ക് ദുനിയാവിനെ കടത്തിക്കൊണ്ടുവന്നു. ഒമൻ അദ്ഖല ദുനിയ ബൈതഹു, ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് ദുനിയാവിനെ കടത്തിയാലോ ഫഖദ് തസവ്വജ ഇബ്നത ഇബ്ലീസ്, ഇബ്ലീസിന്റെ മകളെ അവൻ കല്യാണം കഴിച്ചു. ഒമൻ തസവ്വജ ഇബ്നത ഇബ്ലീസ്, ഇബ്ലീസിന്റെ മോളെ ഒരാൾ കല്യാണം കഴിച്ചാലോ അക്സറ ഇബ്ലീസു തറദ്ദുദ ഇലാ ബൈതിഹി, അവന്റെ വീട്ടിലേക്ക് ഇബ്ലീസിന്റെ പോക്കുവരവുകൾ അധികരിച്ചു കൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? ലി അജ്ലി ഇബ്നതിഹി, അവന്റെ മകളുടെ കാരണം കൊണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത്? സുഫിയാൻ സൗരി പറഞ്ഞത് എന്താന്ന് പറയും? തെറ്റല്ലേ ഈ പറഞ്ഞത്? വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദുനിയാവ കൊണ്ടുവരുന്ന വീട്ടിലേക്ക്, ദുനിയാവ് വീട്ടിലേക്ക് വന്നാൽ ഇബ്ലീസിന്റെ മകളെ കല്യാണം കഴിച്ചു. ഇബ്ലീസിന്റെ മകളെ കല്യാണം കഴിച്ചാൽ വീട്ടിലെപ്പോഴും പോക്കും വരെ ഇബ്ലീസായിരിക്കും. ഒരു ഗുണം ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ നല്ലതായ രീതി വിവാഹം കഴിക്കാതെ, നല്ല രൂപത്തിൽ ചിന്തിക്കാതെ, നല്ലൊരു പെണ്ണിനെ കിട്ടാത്തവനാണെങ്കിൽ ഓനാകെ വലഞ്ഞു എന്നതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് പറയുന്നു ഫഹദറു മിനത് തസ്വീജ്, കല്യാണം കഴിക്കലിനെ തൊട്ട് പേടിച്ചുകൂടിയെന്ന്. ഇവിടെ കല്യാണം കഴിക്കണ്ട എന്നല്ല മഹാൻ പറഞ്ഞത്. കല്യാണം കഴിക്കൽ തെറ്റാന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്നും ആ പറഞ്ഞ ആശയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൊൽത്തു ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങൾ പറയുന്നു, മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞ വാക്ക് എന്താ പറയാ? കലാമു സുഫിയാൻ റളിയല്ലാഹു അൻഹു, സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഫീ ഹഖി മൻ തസവ്വജ ബിഗൈരി നിയ്യത്തിൻ സാലിഹ, നല്ലതായ ഒരു കരുത്തില്ലാതെ കല്യാണം കഴിച്ച ആളെ പറ്റി ഈ പറയണത്. ഞാൻ ദോഷത്തിലേക്ക് പോകാതിരിക്കണം, എന്റെ ജീവിതം ശുദ്ധമാവണം, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്, നബിന്റെ ഉമ്മത്തോടെ ഉണ്ടാവൽ, അതിനുവേണ്ടി ഞാൻ കല്യാണം കഴിച്ചതാണ് എന്നീ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള കല്യാണം കഴിക്കുകയാണ് പ്രശ്നമല്ല. അതൊന്നുമില്ലാതെ ഹോബിക്ക് വേണ്ടി, തമാശയ്ക്ക് വേണ്ടി, കളിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചാൽ ഈ രൂപത്തിലായിരിക്കും എന്നാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല പറഞ്ഞു. അത്തരം വിവാഹങ്ങളാ പേടിക്കാൻ പറഞ്ഞത്. കാരണം എന്താ? ഇങ്ങനെയല്ല സുഫിയാൻ റളിയല്ലാഹു പറഞ്ഞത്. നിയ്യത്തും സാലിഹത്ത് അല്ലാതെ കല്യാണം കഴിച്ച ആളിലാണെന്ന് പറയാൻ കാരണം ഫൈന ബിൽ ഹദീസി, മുത്തുനബിയുടെ ഹദീസിൽ കാണാം, മൻ തസവ്വജ ലില്ലാഹി കഫാ വ ബുഖിയ എന്നാണ്. അള്ളാനെ വിചാരിച്ചുകൊണ്ട്, അള്ള പറഞ്ഞിട്ടാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള കല്യാണം കഴിച്ചാൽ അവന് വേണ്ടത് അള്ളാഹു തആല നിറവേറ്റി കൊടുക്കും, അവന്റെ കുടുംബം കഴിയൂല. വ ബുഖിയ, തെറ്റുകുറ്റങ്ങൾ തൊട്ടൊക്കെ അവനെ കാക്കപ്പെടുകയും ചെയ്യും എന്നാണ്. അതാണല്ലോ മഹാന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹദീസിൽ കാണാം, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹതൻ, സാലിഹായ ഒരു പെണ്ണിനെയാണ് ഒരാൾക്ക് അള്ളാഹു തആല കൊടുത്തതെങ്കിൽ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി, അവന്റെ പകുതി ദീൻ അള്ളാഹു തആല അവനെ സഹായിച്ചു എന്നാണ്. അപ്പൊ സാലിഹായ പെണ്ണിനെ കല്യാണം കഴിച്ചവൻ കഴിച്ചിലായിന്നാ. ഫല്യത്തഖില്ലാഹ ഫീ ശത്രിഹി സാനി, ഇതിന്റെ പകുതിയെ നോക്കാനുള്ളൂ, അതവൻ സൂക്ഷിച്ചാൽ മതി എന്നാണ്. അത്രത്തോളം നല്ലൊരു കാര്യമാണ് എന്ത്? സാലിഹായ പെണ്ണിനെ കിട്ടുക എന്നുള്ളത്. അപ്പൊ സാലിഹായ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവരുടെ വീട് ശുദ്ധമാണ്, അവർ കഴിച്ചിലായി ബർക്കത്ത് കിട്ടി. അവരനുഭവം നമുക്ക് മനസ്സിലാക്കാലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകന്റെ അടുത്തേക്ക് വന്നല്ലോ കുതിരപ്പുറത്ത്. ആദ്യ ഭാര്യ കെട്ടി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അന്വേഷിച്ചപ്പോ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇവിടെയല്ല, വേട്ടക്ക് പോയിക്കാന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ ചോദിച്ചു, അമ്മോഷൻ ചോദിച്ചു, അല്ല മോളെ എന്താ വീട്ടിലെ കഥ എന്ന് ചോദിച്ചു. അപ്പൊ മോളെന്തേ പറഞ്ഞു കൊടുത്ത്? വീട്ടിലാകെ പ്രയാസം പറഞ്ഞു കൊടുത്തത്. ആ പ്രയാസം പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കെന്താ അറിയോ? മോൻ വരുമ്പോ ഉമ്മരപ്പടി ഒന്ന് മാറ്റി വെക്കാൻ പറയുന്നു പറഞ്ഞു. അങ്ങനെ വേട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം തിരിച്ചു വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്താ പറഞ്ഞത്? വയസ്സനായ താടി വെച്ച ഒരാൾ ഇങ്ങനെ വന്നു. അയാൾ വന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചു. അപ്പൊ എന്തേ പറഞ്ഞത്? ഇങ്ങനെ വേട്ടയ്ക്ക് പോയിക്കാണ്. പിന്നെ എന്തേ ചോദിച്ചത്? ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തേ പറഞ്ഞത്? ഞാൻ ഇനിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു, നമ്മളെ പാരാബ്ദവും കഷ്ടപ്പാടൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നെ എന്തേ മുമ്പിൽ പോയപ്പോ പറഞ്ഞത്? ഉമ്മരിപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞു വന്നു. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ചോദിച്ചു. ഇല്ല. വന്ന ആൾ ആരാന്ന് എനിക്കറിയാം. ഇല്ല, വന്നത് എന്റെ പിതാവാണ്.
പറഞ്ഞ വാക്ക് ഉമ്മരിപ്പടി മാറ്റാന്ന് പറഞ്ഞാൽ നിന്നെ മാറ്റാന്നാണ്. നീ നല്ലവളല്ല, നീ ഉണ്ടായാലും വീട്ടിൽ ഗുരുത്തമില്ല അതിന്റെ അർത്ഥം. അങ്ങനെ നിന്നെ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞ് രണ്ടാമത് കല്യാണം കഴിച്ചു. രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ വരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ വന്നപ്പോ ചോദിച്ചു, എവിടെ പോയി മോൻ? വേട്ടയ്ക്ക് പോയിട്ടുണ്ട്. എന്താ വീട്ടിലെ വിശേഷമൊക്കെ? നല്ലതാണ്, സുഖമാണ്, കുഴപ്പമില്ല, നല്ല റാഹത്താണ് പറഞ്ഞു. എന്നാ ഉമ്മരിപ്പടി മാറ്റി വെക്കണ്ടട്ടാന്ന് പറഞ്ഞു. മുപ്പര് വന്നു, ചോദിച്ചു, ഇങ്ങനെ വന്നീന്നൊരാള് ചോദിച്ചു. അപ്പൊ ചെന്ത പറഞ്ഞു, അങ്ങനെ ഉമ്മരിപ്പടി മാറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നല്ലവളാണ് എന്നാണ്. ഇങ്ങനെയാണ് സാലിയായ ഒരു പെണ്ണ് വന്നുള്ള ഗുണം എന്നതിന്റെ അർത്ഥം. ഇതൊക്കെ മുൻകാല ചരിത്രം ഉള്ളതാണ്. ഇനി നോക്കൂ, ലാബുദ്ദമിൻ ഹാദൽ ഹംല്. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തെ ചുമത്തത്തോട് കൂടാതെ കഴിയൂല. എന്തിന് ഈ സംഗതി പറഞ്ഞത്? എന്തിനാ? നല്ല നീയത്ത് അല്ലാതെ കല്യാണം കഴിച്ചാലപ്പോ ഈ അപകടം. നല്ല നീയത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വലിയ മിനൽ അംബിയായി വൽ മഹ്ഫൂദ് വല്ലൗലിയാ. അപ്പോ ലിയഖ്റുജ മിൻ തസവ്വുജ് മിനൽ അംബിയാ അലിമൻ തസവ്വജ വൽ അംബിയായി വൽ മഹ്ഫൂദീന വല്ലൗലിയാ. അള്ളാന്റെ ഔലിയാക്കള്, അള്ളാന്റെ മഹ്ഫൂദീങ്ങള്, അള്ളാന്റെ അംബിയാക്കള്, ഇവരൊക്കെ വിവാഹം ചെയ്തിട്ടുണ്ട്. ഈ വിവാഹം ചെയ്തു പോയ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ സുഫിയാനി സൗരി തങ്ങൾ പറഞ്ഞ വാക്കിന് പുറത്തു പോകണം. അതിൽ പെടൂല. അതിനു വേണ്ടിയിട്ടാണ് മഹാനവർ പറഞ്ഞ വാക്ക് നല്ലൊരു കരുത്തില്ലാതെ വിവാഹം ചെയ്തവരിലാണ് എന്ന് പറഞ്ഞത്. നല്ലൊരു കരുത്ത് പ്രകാരം വിവാഹം ചെയ്തവരാണല്ലോ അമ്പിയാക്കള്, മഹ്ഫൂദീങ്ങള്, ഔലിയാക്കള്, ഉലമാക്കളൊക്കെ. അപ്പൊ അതിനാ കുഴപ്പം വരികയില്ല. അള്ളാഹു അഅലം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥം അള്ളാഹ്ക്കറിയാം. തബറുക്കിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പീഡനങ്ങളും മറ്റുള്ളതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുക. ഇനി നോക്കൊരു ഹദീസ്. വഫിൽ ഹദീസ്, ഹദീസിൽ കാണാം, ലൗല അന്നല്ലാഹ സത്രൽ മർഅ ബിൽ ഹയാഇ ലകാനത് ലാ തുസാവി കഫം മിൻ തുറാബ് എന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിനെ നാണം എന്നതുകൊണ്ട് മറച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരു നാണം ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക്, ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് നാണമില്ല, അത് വേറെ വിഷയം. നാണം നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു. നാണം എന്നൊരു കാര്യമുണ്ട്, നല്ല ഹയാ ഈമാനിൽപ്പെട്ടതാണല്ലോ. ആ ഒരു ലജ്ജ ഒരു പെണ്ണിനെ കൊണ്ട് അള്ളാഹു തആല മറച്ചു വെച്ചു. അതെങ്ങാനും അള്ളാഹു തആല മറച്ചു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലകാനത്ത് പെണ്ണാകുമായിരുന്നേനെ ലാ തുസാവി കഫം മിൻ തുറാബിൻ. മണ്ണ്, ഒരു പിടി മണ്ണ് കയ്യിൽ ഒതുക്കിയാൽ ആ മണ്ണിനോട് സമമാകാൻ കഴിയൂലെന്ന്. അത്രത്തോളം മോശമായിരിക്കും പെണ്ണ്. അപ്പൊ പെണ്ണിന്റെ നിലവാരവും വില എന്തുകൊണ്ട്? ഹയാ കൊണ്ടാണ്. ഹയാ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിലവാരം പോയി എന്നല്ല അർത്ഥം. വകാന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യഖൂലു. വീണ്ടും മഹാൻ പറയുന്നു. ആദ്യം പറഞ്ഞത് ആരാ? ഹസൻ ബസരി തങ്ങൾ പരാജയത്തിന്റെ കാര്യം പറഞ്ഞു. എന്നാ ഇനി വിജയമുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു, മിൻ സആദത്തിൽ മറി, ഒരു മനുഷ്യന്റെ വിജയം, ഖംസത്തു അഷിയ, 5 കാര്യങ്ങളാ. 5 കാര്യമുണ്ടെങ്കിൽ ആ മനുഷ്യന് വിജയിച്ചു എന്നാണ്. ഒന്നെന്താ? ആന്തക്കൂന സൗജത്തു, അയാളുടെ ഭാര്യ എന്തായിരിക്കണം? മുവാഫഖത്തൻ, ഭർത്താവുമായി എല്ലാ കാര്യത്തിലും യോജിച്ച് മുന്നോട്ട് പോകുന്ന ഭാര്യ ആയിരിക്കുക. അതൊരു കാര്യം. ഔലാദു അബ്റാറൻ, മക്കളൊക്കെ തോന്നിവാസികളാവാതെ പറഞ്ഞത് കേട്ട് അനുസരിച്ച് ഗുണമുള്ളവരാവുക. ഇഖ്വാനു അത്ഖിയാ, അവന്റെ കൂട്ടുകാരൊക്കെ സഹോദര സഹോദരിമാരൊക്കെ നല്ല ഭക്തന്മാരാവുക. ജീറാനുഹു സാലിഹീന, അവന്റെ അയൽവാസി നല്ലവരാവുക. റിസ്ഖുഹു, അവന്റെ ഭക്ഷണം ഈ ബലതി, അവന്റെ നാട്ടിലാവുക. ഇത് ഒത്തിണങ്ങിയവരാരാണോ അവര് വിജയിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്നത്തെ പിണക്കങ്ങൾ എത്രയോ വീട്ടിൽ കാണാം, കുടുംബത്തിൽ കാണാം. ഇന്ന് ഭാര്യമാരും ഭർത്താക്കളും തമ്മിൽ യോജിക്കൂല. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കലഹങ്ങളാണ്. പരസ്പരം യോജിക്കാതെ മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ്. മക്കളും പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ ഈ മനുഷ്യന്റെ കഥ പറയാണ്ടോ? ഇത് കുടുംബങ്ങളാണ്, അതായാലും മോശമായി. പിന്നെ അയൽവാസി അങ്ങോട്ട് ചിന്തിക്കാൻ വെച്ചാ ഭക്ഷണമാണെങ്കിൽ എവിടുന്നൊക്കെ കിട്ടുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ആ മനുഷ്യന്റെ അപകടത്തിലാണ്. ഇങ്ങനെയുള്ള 5 കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞാലോ, നല്ല ഭാര്യയാവുക, മക്കൾ ഗുണമുള്ളവരാവുക, ഭക്തന്മാരാവുക, കുടുംബങ്ങളും സഹോദരന്മാരും സാലിഹ്യങ്ങളാവുക, അയൽവാസികള്, നാട്ടിൽ തന്നെ ഭക്ഷണം കിട്ടുക തന്നെ അൽഹംദുലില്ലാഹ് വളരെ ഹൈറല്ലേ. അത്തരം കാര്യം അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ, പ്രാർത്ഥിക്കാം. വഖദ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശാഇബി ഗഫലത്തിൻ വമിൻ ജാരി സൂഇൻ വമിൻ സൗജിൻ യുഅദീൻ. ഈ 3 കാര്യം
മഹാനായ വിധങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എന്താ പറഞ്ഞത്? പടച്ചവരെ, നിശ്ചയം നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. നിൻ സാഹിബ് ഓഫന, അശ്രദ്ധവാനായ കൂട്ടുകാർ എനിക്ക് വേണ്ടേ, ശ്രദ്ധയുള്ള നല്ലവരായ കൂട്ടുകാർ എനിക്ക് വേണം. അശ്രദ്ധവാനായ ശ്രദ്ധയില്ലാത്തൊരു കൂട്ടുകാരൻ മോശക്കാരനാണ്, അവനെ തൊട്ട് ഞാൻ കാവൽ തേടുന്ന റബ്ബേ നിന്നോട്. അമിൻജാരിൻ സൂ, അതുപോലെ തന്നെ അയൽവാസി മോശമാണെങ്കിൽ മോശമായിരിക്കുന്ന അയൽവാസിയെ തൊട്ടും നിന്നോട് കാവൽ ചോദിക്കുന്നു. അമിൻ സൗദി, പീഡിപ്പിക്കുന്ന ആക്രമിക്കുന്ന ഭാര്യ, അത്തരം ഇണകൾ, അതിനെ തൊട്ടും പടച്ചവനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്കാറുണ്ടായിരുന്നു. എന്നാലോചിച്ചു നോക്കൂ, തുബറാനി റിപ്പോർട്ട് ചെയ്യുന്നു, ഉഖബത്ത് ബിൻ ആമിർ തങ്ങളെ തൊട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ് സൂഅ് വമിൻ ലൈലത്തിസ് സൂഅ് വമിൻ സാഹിബിസ് സൂഅ് വമിൻ ജാരിബിസ് സൂഅ് ഫീ ദാരിൽ മുഖാമ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോശമായ പകല്, മോശമായ രാത്രി, മോശമായ കൂട്ടുകാരൻ, മോശമായ അയൽവാസി, ഇതിനെ തൊട്ടെല്ലാം മുത്തുനബിതങ്ങൾ കാവൽ ചോദിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നമ്മൾ കാവൽ ചോദിക്കേണ്ടതാണെങ്കിൽ എത്രത്തോളം അപകടം ഇതിലുണ്ടെന്ന് മനസ്സിലാക്കാം. അവ നമ്മൾ എപ്പോഴും അതാണ് റബ്ബന ഹബ് മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്ൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ നമ്മൾ ചോദിക്കുന്നതും പറയുന്നത് അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും എന്നർത്ഥം. മാലിക് ബിൻ ദീനാർ, മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മണവാട്ടി മരിച്ചുപോയി. ലം യതസവ്വജ് ബഅദഹാ, മഹാനവർകൾ പിന്നെ കല്യാണം കഴിച്ചിട്ടേയില്ല. നെടുവക്കാല യഖൂലു, മഹാൻ പറയുമായിരുന്നു, എന്ത്, ലോ അന്നി ഖദർതു അലാ ത്വലാഖി നഫ്സി ലതലഖ്തുഹാ എന്നാണ്. ഞാൻ കഴിവുണ്ടാവുകയാണെങ്കിൽ എന്തിനെ, എന്റെ ശരീരത്തെ ഒഴിവാക്കി വിടാൻ, മോചിപ്പിക്കുവാൻ, എല്ലാതൊന്നും മോചിപ്പിക്കുവാൻ എനിക്ക് കഴിവുണ്ട് എങ്കിൽ എന്റെ ത്വലാഖിനെ ഞാൻ മോചിപ്പിച്ചു വിടുമായിരുന്നേനെ എന്ന് മഹാനവറുകൾ അത്രത്തോളം ചിന്തിച്ചു പറഞ്ഞു. അപ്പൊ ശരീരത്തിന്റെ വികാരണങ്ങൾ ഒഴിവാക്കി ജീവിക്കുക എന്നാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിക്കാതെ പറഞ്ഞ ഭാര്യ മരിച്ചിട്ട്. അത്രത്തോളം വലിയൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. അഹ്മദ് ബിൻ ഹർബ് യഖൂലു, മഹാൻ പറയുമായിരുന്നു, ഇദജ്തമഅ മർഅത്തി സിത്തു ഹിസാൽ, ഒരാറ് കാര്യം ഒരു പെണ്ണിൽ ഒത്തിണങ്ങി വന്നാൽ ഫഖദ് കമുല സലാഹുഹ, അവൾ നല്ലവളായി പരിപൂർണമായി. 6 കാര്യം ഒത്തിണങ്ങണം. 1 അൽ മുഹാഫളത്തു അലൽ ഖംസ്, 5 വക്ത് നമസ്കാരം ഖളാ ആക്കാതെ ശറത്തും ഫർളും സുന്നത്തും സമയം നിശ്ചിതമായി നിർണിതമായി കൊണ്ട് നിർവഹിക്കുക, അത് പതിവാക്കുക. 1 തവായത്തു സൗജിക, 2-മത്തേത് തന്റെ ഭർത്താവിന് അനുസരിച്ച് ജീവിക്കുക. 3-മത്തേത് ഒമറല്ലാത്തു റബ്ബിയ, അവർ റബ്ബിനെ പൊരുത്തപ്പെട്ട് ജീവിക്കുക. 4-മത്തേത് വഴിപ്പുന്ന ലിസാനിക മിനൽ ഗീബത്തി വ നമീമ, പരദൂഷണം, ഏഷണി എന്നിത്യാദി കാര്യങ്ങളെ തൊട്ട് നാവിനെ സൂക്ഷിക്കുക. 5-മത്തേത് സുഹുദുഹ ഫി മതാഇ ദുനിയ, ഈ ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് വളരെ അധികം ഒഴിവായി പോയി നോക്കാം. എന്ത്, സായിദായി ജീവിക്കണം. എല്ലാം വാരിക്കൂട്ടാനോ എല്ലാം കൊതിക്കാനോ നോക്കരുത്. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ദുന്യാവിന്റെ വല്ലാതെ സുഖമൊന്നും വേണ്ട എന്നാണ്. ഇങ്ങനെ ഒരു 6 കാര്യങ്ങളിൽ ആ പെണ്ണ് ഒത്തിണങ്ങി വന്നാൽ അവൾ നല്ലവളായി പരിപൂർണമായി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവരുടെ ഈ കൈശിലായി എല്ലാം കൊണ്ട് ഇപ്പൊ ഒത്തിണങ്ങൊന്നുമില്ല, എന്നിരുന്നാലും അത് കിട്ടിയാൽ പരിപൂർണതയായ പെണ്ണ് എന്നാണ്. ഇനി നോക്കൂ, മഹാനായ വക്കാന അബ്ദുല്ലാഹിബ്ൻ മുബാറക്, അബ്ദുല്ലാഹിബ്ൻ മുബാറക് തങ്ങൾ എന്താ പറയുന്നു? മഹാൻ പറയുന്നു, മിൻ ഫിത്നത്തിൻ നിസാഇ അല്ലത്തി ഹദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹാ, പെണ്ണുങ്ങളെ ഫിത്ന, ആ പെണ്ണുങ്ങളുടെ ഫിത്നയെ കുറിച്ച് റസൂലുള്ളാഹിനോട് പേടിച്ചിട്ടുണ്ട്, അല്ലെ പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിത്നയിൽപ്പെട്ടതാണ് എന്ത്, അന്നഹുന്ന, നിശ്ചയമായിട്ട് ഈ ഭാര്യമാർ, യുദ്ഖിൽന അലൽ അസ്വാജി, ഭർത്താക്കന്മാരെ മേൽ കടത്തിവിടും, അൽ ഖതിഅത അൽ ഖറാബത്തി, ഭർത്താവിന്റെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റിച്ച് ഒറ്റപ്പെടുത്തി ഭർത്താവിനെ ഒറ്റപ്പെടുത്തി കൊണ്ടുപോകുവാനും കുടുംബങ്ങളെ അകത്താനും പെണ്ണുകൾ ഫിത്ന ഉണ്ടാക്കും. ഇത്തരം പെണ്ണുങ്ങളെ പേടിച്ചതായിരുന്നു ലഭിതങ്ങൾ. ആ ഫിത്നയിൽപ്പെട്ടതാണ് ഭർത്താവിന്റെ കുടുംബക്കാരെ മുഴുവൻ അകറ്റിവിടുക. ഒരു ഹബിജൂനഹും അതിനൽ മുകാസബി,
അസ്സായിദത്തി അലാ ഫിത്നതി ശഹ്വതി വൽ മൈൽ, സത്യത്തെ വിട്ട് ചായുക, വികാര ഫിത്ന, ഇതിനേക്കാളും വളരെ അധികമായി കൊണ്ട് തന്നെ താഴ്ന്ന ജോലികളിലേക്ക് ഭർത്താക്കന്മാരെ വല്ലാതെ ആവശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് ഒരു പെണ്ണിന്റെ ഫിത്നയാണ്. ജോലിക്ക് പോകുന്നില്ല, നിങ്ങൾ താഴ്ന്ന പണിയാൻ ഇവിടെ എടുത്തോളണം, എന്താ നിങ്ങളുടെ അവസ്ഥ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ വല്ലാതെ ആവശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കുടുംബങ്ങളുമായി അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുടുംബബന്ധം മുറിക്കുകയും മോശമായി ഏറ്റവും അടുത്ത ജോലികൾ എന്തൊക്കെയാണ് താഴ്ന്നത് അതിലേക്ക് ആവശ്യം വെപ്പിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. അത്തരം ഫിത്ന കടത്തി വരുന്ന പെണ്ണുങ്ങൾ ഫിത്നയിലകപ്പെട്ടവരാണ്. ഓല ഫിത്ന വല്ലാത്ത ഫിത്നയാകുന്നു എന്നാണ്. വകാന ഹാത്തമുൽ അസ്മ യഖൂലു ഹാത്തമുൽ അസ്മ തങ്ങൾ പറയുന്നു, അൽ മർഅതു സ്വാലിഹത്തു ഇമാദുദ്ദീൻ വഇമാറത്തുൽ ബൈത്ത് വഅൗൻ അയ്താഅതീന വൽ മർഅത്തുൽ മുഖാലിഫ തുദീബു ഖൽബ സാഹിബിഹാ വഹിയ ലാഹിഖത്തുൻ എന്ന. സ്വാലിഹത്തായ ഒരു പെണ്ണ് ആരാണെന്നറിയോ? ആ പെണ്ണ് ദീനിന്റെ നെടും തൂണാണ്, വീടിനെ പരിപാലിക്കുന്ന പെണ്ണാണ്, ഭർത്താവിനെ അനുസരിക്കുന്നതിന്റെ മേലിലും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിന്റെ മേലിലും സഹായം നൽകുന്നവളാണ്. ഇവള് സാലിഹത്തായ ഒരു പെണ്ണാണ്. വൽ മർഅത്തുൽ മുഖാലിഫ, സാലിഹത്തിന് വിരുദ്ധമായി നിൽക്കുന്ന പെണ്ണ് അഥവാ മോശക്കാരിയായ പെണ്ണ്, തുദീബു ഖൽബ സാഹിബിഹാ, തന്റെ ഭർത്താവിന്റെ മനസ്സിനെ ആകെ ഉരുക്കിക്കളയും. ഒരു നിലക്കും ഭർത്താവ് ശാന്തി ഉണ്ടാവൂല, സമാധാനം ഉണ്ടാവില്ല. അവളെ കാര്യം ഓർത്തുകൊണ്ട് ഉരുകി പോയിക്കൊണ്ടിരിക്കും, മനപ്രയാസത്തിലായിരിക്കും. വഹിയ ലായിക്കത്തുൻ, ഭർത്താവിന്റെ മനപ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും അവൾ. അങ്ങനെയുള്ള പെണ്ണ് മോശക്കാരിയാണ്. വകാന അബ്ദുല്ലാഹി ഇബ്നു ഉമർ യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുമായിരുന്നു, അലാമത്തു ഖൗലിൽ മർഅത്തി മിൻ നഹിലിൻ നാരി, നരകക്കാരുടെ കൂട്ടത്തിൽ പെണ്ണ് ആവുക എന്നതിന്റെ അടയാളം, ഒരു പെണ്ണ് നരകത്തിൽപ്പെട്ടവളാവുക എന്നതിന്റെ അടയാളം എന്താ അറിയോ? തന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ നേർക്കുനേരെ കാണുമ്പോൾ ഭർത്താവിന് വേണ്ടി ചിരിച്ചു കാണിച്ചു കൊടുക്കും. ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവിനെ പറ്റിക്കും ചെയ്യും. ഇങ്ങനെ ചതിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. അവർ നരകത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളാണ് എന്നാണ് പറയുന്നത്. ഷഖീഖുൽ ബൽഖ തന്റെ മണവാട്ടിയോട് പറയുമായിരുന്നത്രേ, എന്ത്? ലൗകാന അഹ്ലു ബൽഖ കുല്ലുഹും മഈ, ഈ ബൽഖ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും എന്റെ കൂടെയാവുകയും വ അൻതി അലയ്യ, നീ എനിക്ക് നേരെ തിരികെ ചെയ്താൽ നീ എനിക്ക് എതിരാണ്. ആ നിലയിൽ ഈ ബൽഖയിലുള്ള എല്ലാ ആൾക്കാരും എന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്താൽ മാ ഖദർതു അലാ ഹിഫ്ദി ദീനി, എന്റെ മതം കാക്കുവാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത്രത്തോളം നാശമാണ് പെണ്ണ് എന്നാണ് ഷഖീഖുൽ ബൽഖ തന്റെ മണവാട്ടിയോട് പറഞ്ഞത്, പഠിപ്പിച്ചു കൊടുത്തത്. മഹാൻ പറയുമായിരുന്നു, സക്കാ നബിയ്യു മിനൽ അംബിയാ ഇലാ റബ്ബി സുഅ ഖുൽഖി ഇംറാതിഹി, ഒരു പ്രവാചകൻ തന്റെ റബ്ബിനോട് പറയുന്നു, റബ്ബേ എന്റെ ഭാര്യ വളരെ സ്വഭാവ ദൂഷ്യക്കാരിയാണ്, മോശമായ സ്വഭാവമാണ് അവളുടെ, ഞാൻ എന്ത് ചെയ്യും? ഈ കാര്യം അന്യായം പറഞ്ഞു നബി അള്ളാഹുവിലേക്ക്. അള്ളാഹുവിലേക്ക് അപ്പൊ അള്ളാഹു തആല നബിയിലേക്ക് എന്താക്കി? വഹി നൽകി. ഇന്നീ ജഅൽതു ദാലിക അല്ലക മിനൽ ഇഖാബി, ശിക്ഷ, ആ ശിക്ഷ വിഹിതമാക്കി നിങ്ങൾക്ക് ഞാൻ അവളെ ആക്കി വെച്ചിരിക്കുകയാണ്. അവളുടെ സ്വഭാവം മോശമാണെങ്കിൽ നിങ്ങൾക്ക് നൽകേണ്ട ശിക്ഷ ഉണ്ടായിരുന്നു. ആ ശിക്ഷക്ക് ഒരു അള്ളാണ് നിങ്ങൾക്ക് നൽകിയ ശിക്ഷ എന്ന് കരുതിയാൽ മദീന. ഭാര്യ എന്താകും? അള്ളാഹുവിന്റെ അടുക്കുന്ന കിട്ടുന്ന ശിക്ഷക്ക് ഒരു അള്ളായിട്ട് മാറും. വക്കാന അബ്ദുൽ മലിക് ബിൻ ഉമൈർ തങ്ങൾ പറയുന്നു, യഖൂലു, മഹാൻ പറയാണ്, ഇദാ തുഅനത്തിൽ മർഅതു ഫിസ്സിന്നി തഅഖുമു റഹ്മഹാ വഖ്തല്ല ലിസാനുഹാ വസാഅ ഖുലുഖുഹാ. ഒരു പെണ്ണ് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവളെ കുടുംബത്തിനുമായി അവളെന്തായി? വലിയ സുഖം കിട്ടൂല. അവളെ റഹ്മ്, കുടുംബ ബന്ധത്തോട് മുറിച്ചു കളയും. അവളെ നാക്കടറിക്കൊണ്ടിരിക്കും, സ്വഭാവം മോശമായിരിക്കുമെന്ന്. എന്ന പെണ്ണ് അങ്ങനെയാണ്. പെണ്ണിന് ബുദ്ധി കുറവല്ലേ, അങ്ങനെ വരും. അതേ സമയത്ത് ഒരാണ്
വയസ്സായാലോ ഇസ്തജ്മാർ അയ്യു, അയാൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടും. അങ്ങനെ വദഹബത്ത് ഹിദ്ദത്തുഹു, അയാളുടെ ദേഷ്യത്തിന്റെയും കോപത്തിന്റെയും മൂർച്ച കുറഞ്ഞു പോകും. ഹസുന ഖുലുഖുഹു, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താവും, നന്നാവുകയും ചെയ്യും. അങ്ങനെയാണ് വയസ്സായാണ്. പെണ്ണ് നേരെ തിരിച്ചുമായിരിക്കും എന്നൊക്കെയാണ് മഹാന്മാര് പറയുന്നത്. അത്രത്തോളം പ്രയാസമുണ്ടാവും. ഫകാന ഹാത്തമുൽ അസ്സം യഖൂൽ, ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം തങ്ങൾ പറയുന്നു, മിൻ അലാമത്തിൽ മർഅത്തി സ്വാലിഹത്തി, സ്വാലിഹായ പെണ്ണിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അയ്യകൂന ഹുബ്ബുഹ, അവൾക്കുള്ള പ്രേമം മഹാബത്തല്ലില്ല, മഹാബത്തല്ലായി, അവൾ പ്രേമിക്കുന്നത് അള്ളാനെ പേടിച്ചിട്ടായിരിക്കണം. അങ്ങനെ വേണം, അല്ലാതെ വെറുതെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. വഗിനാഹ അൽ ഖനാഅത ബിഖിസ്മത്തില്ല, അവളുടെ വഗിനാഹ അൽ ഖനാഅത ബിഖിസ്മത്തില്ല, അവൾക്ക് ആ ധനാഢ്യയായി മാറുക. അതെങ്ങനെയാ? അള്ള എന്താണോ നിശ്ചയിച്ചു കൊടുത്തത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. വഹലിയുഹ, അവളുടെ ആഭരണം, അസ്സഖാബത്തുള്ള തംലിക്കു, അവൾ എന്താണോ ഉടമയാക്കിയതെങ്കിൽ അതുകൊണ്ട് ധർമ്മം ചെയ്യുക. ഇബാദത്തുക, അവളുടെ ആരാധന എന്താന്ന് ചോദിച്ചാൽ വസുന ഖിദ്മത്തി സൗജി, ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട സേവനം നന്നായി നല്ല മട്ടം ചെയ്തു കൊടുക്കുക. വഹിമ്മത്തുക ഇലസ്തിഇദാദിൽ മൗതി, മരണത്തിലേക്കുള്ള ഒരുക്കങ്ങൾ വേണം, ആ ഒരുക്കത്തിലേക്ക് എപ്പോഴും അവൾ കരുതണം. ഇങ്ങനെയൊക്കെയാണ് ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം കാണുക. ഇങ്ങനെയായിരിക്കണം സ്ത്രീകൾ എന്നാണ്. അങ്ങനത്തെ ഒരു സ്വാലിഹത്തായ പെണ്ണ്, അതാണ് തെരഞ്ഞു കെട്ടേണ്ടതും. അപ്പൊ കാനയപ്പോലു, മഹാൻ പറയുമായിരുന്നു, ആര്? ബഹുമാനപ്പെട്ട ഹാത്തമുള്ള സമുദങ്ങള്, കും മഅസൗജി ബിനതിക ഔ ഉഖ്തിക, നീ എന്താവണം? നിന്റെ മകളുടെ ഭർത്താവിന്റെ കൂടെ, മരുമകന്റെ കൂടെ, അല്ലെങ്കിൽ നിന്റെ സഹോദര ഭർത്താവിന്റെ അളിയന്റെ കൂടെ നീ എന്താ എപ്പോഴും വേണം. എന്നാൽ എന്താവുന്നറിയാമോ? തുഖിം ദീനഹ ബിദാലിക, എന്നാൽ അങ്ങനെ വരുമ്പോൾ അത് കാരണമായി കൊണ്ട് എന്താക്കാം? അവളുടെ ദീനെ നിനക്ക് നന്നാക്കാൻ കഴിയും. അവൾ നല്ലവരായി മാറും. അവൾ വലാ തഖും ഇബ്നതിക ഔ ഉഖ്തിക അലാ സൗജിക, നിന്റെ മരുമകന് എതിരായി മകളെ കൂടെ നീ കൂടിയാൽ, നിന്റെ അളിയന് എതിരായി നിന്റെ പെങ്ങളെ കൂടെ നീ കൂടിയാൽ, തുഫ്സിദു അലൈഹ ദീനഹ, അവിടെ മേൽ നീ അവളുടെ ദീൻ നഷ്ടപ്പെടുത്തുന്ന. അപ്പൊ ദീൻ നന്നാകണമെങ്കിൽ രണ്ടാളും ഒരുമിച്ച് പോകണമെന്ന, അങ്ങനെ സ്നേഹിക്കണം. ദീൻ നാശമാക്കാൻ എളുപ്പമാണ്. ഇപ്പൊ കുടുംബകലഹം ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. തന്റെ മക്കള് വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകണ്ട് മരുമകനെതിരെ തിരിയുക, അല്ലെങ്കിൽ അളിയനെതിരെ തിരിയുക. അങ്ങനല്ല വേണ്ടത്. കാര്യം മനസ്സിലാക്കണം, അത് വേറെ വിഷയം. അപ്പൊ ദീൻ നാശാക്കാത്ത വിധത്തിൽ കൂടെ കൂടണം എന്നർത്ഥം. ഇങ്ങനെയൊക്കെയാണ് അവ ചെയ്യേണ്ടത്. ഇതൊക്കെ മനസ്സിലാവണം. എന്താന്ന് ചോദിച്ചാൽ, സ്ത്രീയൊപ്പം കൂടിയാൽ ദീൻ നന്നാകൂല, നാശമാകും എന്നാണ് പറഞ്ഞത്. വശക്ക അബൂ മൂത്തിയിൽ ബൽഖ എന്ന് പറയുന്ന ആൾ അന്യായം ബോധിപ്പിച്ചു. ആരിലേക്ക്? ഇലാ അയ്യൂബ് ബിൻ ഖലഫ്, അയ്യൂബിൻ ഖലഫിലേക്കാണ് ആ അന്യായം ബോധിപ്പിച്ചത്. എന്താ ബോധിപ്പിച്ച അന്യായം? സൗജത്തുഹു, അബൂമുത്തി പറയാണ്, തന്റെ ഭാര്യയെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞു കൊടുത്തു. അവള് നല്ലവർക്ക് പെരുമാറുന്നില്ല, മോശമാണ് സ്വഭാവം, ഒരു മാന്യതയില്ല, ബഹുമാനം, ഞാൻ കുടുങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ അയ്യൂബ് എന്നവര് പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? ലഹു, അബിമുത്തിയോട് പറയാണ്. എന്താ പറഞ്ഞത്? മല്ലം യസ്ബിർ അല അദാ സൗജത്തിഹി, ഒരു ഭാര്യ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദ്രോഹത്തിന്റെ മേൽ സഹിക്കാത്തവൻ, കൈഫ യദ്ദഈ അന്നലഹു ദറജത്തൻ അലൈഹാദ, അവളേക്കാൾ സ്റ്റാൻഡേർഡ് ഇവനുണ്ടെന്ന് എങ്ങനെ വാദിക്കാൻ പറ്റും? കാരണം സ്ത്രീകളെക്കാൾ സ്റ്റാൻഡേർഡ് പുരുഷനുണ്ട്. അതുള്ള ഈ പുരുഷൻ എന്ത് ചെയ്യണം? അവൾ ദ്രോഹിക്കുമ്പോൾ ശ്രമിക്കന്നെ, അല്ലാന്താ മാർഗം? അപ്പൊ സ്റ്റാൻഡേർഡ് കൂടും, അപ്പോഴേ അർത്ഥമുള്ളൂ എന്നാ അബൂമുത്തിയോട് അയ്യൂബ് എന്നവര് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. കലഹിക്കുന്നവർ കലഹിച്ചോട്ടെ, നമ്മൾ മൗനത്തിലായിരിക്കാം. ഇന്നത്തെ കാലം അങ്ങനെ തന്നെ. പെണ്ണിന് സ്വാതന്ത്ര്യത്തിന് പോകുകയാണ്, ആരും അനുസരിക്കൊന്നുമില്ല പറയും. അവിടെ ക്ഷമിച്ചു നിൽക്കുന്നല്ലാതെ മറ്റൊരു മാർഗം അവിടെ ഇല്ലാന്ന്. മഹാനായ ഹാത്തമുൽ അസ്സം തങ്ങള് തന്റെ വീട്ടിൽ കദ്ദാബത്തിൽ മർബൂത്തത്തി, കൂട്ടിൽ കെട്ടിയിട്ട മൃഗം പോലെയായിരുന്നു എന്ന. അക്കല,
വീട്ടുകാര് വല്ലതും അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്താൽ അക്കരെ തിന്നും. ഇല്ല, ഒന്നും കൊടുത്തില്ലാന്നൊക്കെ വീട്ടുകാർ ശ്രദ്ധിക്കണേ ഇല്ല അയാളെ. അപ്പൊ ആ ശ്രദ്ധിക്കണില്ല എങ്കിലോ സക്കത്തവ തോവ, മൂപ്പര് മിണ്ടൂല, ഒന്നും ചോദിക്കൂല, വയറ് ചുരുട്ടി പട്ടിയാൻ കിടക്കില്ല. അത്രത്തോളം ഒരു സഹിച്ചുകൊണ്ടാണ് മഹാന്മാരൊക്കെ ജീവിച്ചു എന്നർത്ഥം. അബുൽ ഹദീസിൽ പറയുന്നുണ്ട്, അൽ മർഅത്തുൽ ഫാജിറത്തു കഅൽഫി ഫാജിർ എന്നാണ്. ഒരു തമ്മാടിയായ ഒറ്റൊരു പെണ്ണ് കഅൽഫി ഫാജിരിൻ, 1000 തമ്മാടി എന്തെങ്കിൽ അതുപോലെയാണെന്നാണ്. ഒരൊറ്റ തമ്മാടിയായ പെണ്ണ് മതി 1000 തമ്മാടികൾക്ക് സമാനമായിട്ട് എന്നാ പറഞ്ഞത്. ഇയാസ് ബിൻ മുആവിയ തങ്ങൾ പറയുന്നു, ഇസ്നാനി 2 കാര്യം, ലാ അദിരി ലഹുമാ ദവാഅൻ, ആ 2 കാര്യത്തിന് ചികിത്സയുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ 2 കാര്യമുണ്ട്. ഒന്നേതാ ഹാഖിൽ ബൗൽ, മൂത്രം വറ്റി വരിക, മറ്റൊന്ന് വൽ മർഅത്തു ദുഷിച്ച പെണ്ണ്. ഈ 2 രോഗത്തിനും ചികിത്സിക്കാൻ മരുന്ന് എനിക്കറിയൂല, എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? അപ്പൊ മാറ്റിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ 2 രോഗത്തിൽപ്പെട്ട ഒരു രോഗമാണ് ദുഷിച്ച പെണ്ണ് എന്നുള്ളത്. ഈ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിന് ശേഷം വരുന്നുണ്ട്, ഇതേ കിതാബിൽ അതിന്റെ സ്ഥാനത്ത് വിശദീകരണം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹു തആല, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ്. വഖദ് ദറജ സലബ് കുല്ലുഹും അല സബർ അല സൗജതി എന്ന, ഭാര്യയേക്കാൾ ക്ഷമിക്കുന്ന കാര്യത്തിൽ മുൻകഴിഞ്ഞു പോയ എല്ലാ ആൾക്കാരും എന്തായി കേറിപ്പോയിട്ടുണ്ട് എന്ന. അവരെല്ലാവരും ക്ഷമിക്കുന്ന കാര്യത്തിലാണ് ഉരുണ്ടുകൂടിയത്, അല്ലാതെ പ്രതികാരം ചെയ്യലല്ല. വഅദിമുഖാബലതിഹ, അവളുമായി അഭിമുഖമായി നേരിട്ട് ഏറ്റുമുട്ടാതിരിക്കലിന്റെ മേലിലും അവരെന്താണ് എല്ലാവരും ഉരുണ്ടുകൂടി. ഔ അദ്ദബഹ, അല്ലെങ്കിൽ അവൾ അത് പഠിപ്പിച്ചു കൊടുത്തു. ഇല്ലാലി മസ്റാത്തിഹ, അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ അത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാത്ത കാര്യത്തിലൊന്നുമില്ല. വല്ല നന്മയുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ അതുമില്ല. എങ്ങനെയൊക്കെ അവർ ക്ഷമിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിഹി. ഇതാണ് മഹാന്മാരുടെ സ്വഭാവം. മൊത്തം അങ്ങനെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇന്നത്തെ യുഗം ചിന്തിച്ചാൽ ഏറ്റവും ക്ഷമിക്കേണ്ടതും സഹിക്കേണ്ടതുമാണ്. എല്ലാവരും മാർഗം ഇവിടെ കാണുന്നില്ല. അതില്ലേ കൂലി കിട്ടുന്ന കാര്യം, അതാണ് വേണ്ടതും. അതാണ് തെളിഞ്ഞ മനസ്സ്. നമ്മളെ മനസ്സ് തെളിഞ്ഞിട്ടില്ല. അള്ളാഹു തആല തെളിച്ചു തരട്ടെ. നമ്മളിങ്ങനെ പറയുന്നു, കിതാബ് നോക്കി പറയുന്നുണ്ട്, പക്ഷെ നമ്മളെ മനസ്സ് തെളിഞ്ഞു കിട്ടിയിട്ടില്ല. മനസ്സ് തെളിഞ്ഞാൽ ശുദ്ധമായി കിട്ടും. അൽഹംദുലില്ലാഹ്, ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല തെളിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.